കുറിച്ചിട്ടുള്ള ജ്ഞാനം ഉണ്ടാകുകയുള്ളൂ. ഒന്നിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ, ഒരു വ്യക്തിയെ പൂർണ്ണമായി അറിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മയെല്ലാം സൃഷ്ടിച്ച ദൈവം മാത്രമാണ്. പൂർണ്ണമായി സകലത്തെയും അറിയുന്ന ആ ദൈവത്തെ കൂടാതെ പരിമിതികളും അപൂർണതകളുമുള്ള മനുഷ്യൻ സ്വന്തമായിട്ട് നന്മയും തിന്മയും തീരുമാനിച്ചാൽ അവൻ തിന്മയെ നന്മയാണെന്ന് കരുതി വാരിപ്പുണരും, നന്മയെ അവൻ തിന്മയാണെന്ന് കരുതി തള്ളിക്കളയും. അങ്ങനെ നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും കരുതി ദുരിതത്തിൽ മനുഷ്യൻ അകപ്പെടുമെന്നും അങ്ങനെ അവൻ മരണത്തിൽ പതിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മനുഷ്യനോടുള്ള വലിയ സ്നേഹത്തെ പ്രതിയാണ് പിതാവായ ദൈവം ഇപ്രകാരം പറഞ്ഞത്. ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തോട് കൂടെ മാത്രമേ നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് നീ തീരുമാനിക്കാവൂ എന്ന് ദൈവം പറയാൻ കാരണം നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. മനുഷ്യൻ ഇവിടെ കലകിച്ച് ഭിന്നിച്ച് നശിക്കാതിരിക്കുന്നതിന് വേണ്ടിയാ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ